ഹലോ സുഹൃത്തെ ആദ്യം തന്നെ നിങ്ങൾക്കൊരു വലിയ സല്യൂട്ട് തന്നോട്ടെ. ബിക്കോസ് യു ചൂസ് ദിസ് വീഡിയോ. അതേ സുഹൃത്തെ, ഒരു 90% സ്റ്റുഡൻസും ഈ പ്രായത്തിൽ പൈസയെ പറ്റി ചിന്തിക്കാനോ പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്നോ ചിന്തയിൽ പോലും വരാറില്ല. സോ അപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോസ് ചൂസ് ചെയ്തത്. ഹാറ്റ്സ് ഓഫ് ബ്രോ, ഹാറ്റ്സ് ഓഫ്. ഒരു വലിയ സല്യൂട്ട് നിങ്ങൾക്ക് ഇരിക്കട്ടെ. നില്ലേ ഒരു സെക്കൻഡ്, ഒരു കാര്യം പറയാതെ പോകാൻ പറ്റില്ല. സോ 500K കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. ആദ്യം തന്നെ നിങ്ങൾക്കൊരു താങ്ക്സ് പറയണം. 500K സ്പെഷ്യൽ വീഡിയോസ് ഓൺ ദ വേ ആണ്. പക്ഷേ ഒരു താങ്ക്സ് പറയാതെ ഈ വീഡിയോ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. സോ എ ബിഗ് താങ്ക്സ് ഫോർ യു. ഇനി കാര്യത്തിലോട്ട് വരാം. അത് തന്നെ പൈസ, മണി മേക്കിംഗ് എങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നാം, എന്താണ് ഞാൻ ഇപ്പോൾ മണിയെ പറ്റി വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന്. ആസ് എ കോളേജ് സ്റ്റുഡൻറ്, ആസ് എ യൂത്ത്, എനിക്കറിയാം ഓരോ ദിവസവും കോളേജിൽ എന്തുമാത്രം പൈസയാണ് ചിലവാകുന്നതെന്ന്. മെസ് ഫുഡ്, ഹോസ്റ്റൽ ഫുഡ്, മന്തി, ബിരിയാണി, ക്യാൻറ്റീൻ, ബർത്ത്ഡേ ചിലവ്, അല്ലാത്ത ചിലവ്, ഫോൺ വാങ്ങിച്ചതിനുള്ള ചിലവ്. സോ ദാറ്റ്സ് എ ലോട്ട്. എന്തിനധികം പറയുന്നു, ഗേൾ ഫ്രണ്ടുമായിട്ടൊന്ന് കറങ്ങാൻ പോകാൻ വേണ്ടി ഒരു ഷൂ എടുത്താലോ എന്ന് ആലോചിക്കുമ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ. സോ കൂടുതൽ സംസാരിക്കാൻ വയ്യ, കാര്യം അതാണ് പറയാൻ പോകുന്നത്. ഹൗ ടു ഏൺ മണി ആസ് എ സ്റ്റുഡൻറ്. ഒരു കാര്യം കൂടെ സുഹൃത്തെ, പ്ലീസ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ജസ്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് ചുമ്മാ പറഞ്ഞു പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും വെറുതെ അല്ല, അതിന് ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ നിന്നൊരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കേട്ട് മനസ്സിലാക്കിയാലേ പറ്റൂ. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ കണ്ടാൽ മതി. സുഹൃത്ത്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പൈസ എങ്ങനെ ഉണ്ടാക്കാം, മണി മാനേജ്മെൻറ്റ്, മണി മേക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സുഹൃത്തെ, ഈ പൈസയെ പറ്റി അല്ലെങ്കിൽ മണി മേക്കിങ്ങിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ മണിയെ പറ്റി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക എന്നതാണ്. പൈസയല്ല, വേറെ എന്ത് കാര്യവും ആയിക്കോട്ടെ, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിവ് കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചാലേ പറ്റൂ. ബട്ട് ഈ കാലത്ത് ആർക്കും സമയമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയുള്ളവർക്കാണ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോംസ്. അതേ സുഹൃത്തെ, പറഞ്ഞു വരുന്നത് കുക്കു FM പറ്റി തന്നെയാണ്. ലോക പ്രശസ്ത പുസ്തകങ്ങളായ വിങ്സ് ഓഫ് ഫയർ, ഇക്കിഗായ്, പോയിലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്, ഈ പുസ്തകങ്ങൾ മാത്രമല്ല പണത്തെ പറ്റി വിവരിക്കുന്ന പ്രശസ്ത പുസ്തകമായ ദ പവർ ഓഫ് മണിയും കുക്കു FM അവൈലബിൾ ആണ്. സുഹൃത്ത്, ഇങ്ങനെ എഡ്യൂക്കേഷനും ഇൻഫോർമേറ്റീവ് മാത്രമല്ല, നോൺ ഫിക്ഷൻ ബുക്സ് ലൈക്ക് MTയുടെ മഞ്ഞ്, ഇരുട്ടിന്റെ ആത്മാവ്, ഇതിനൊക്കെ ശബ്ദം നൽകിയിട്ടുള്ളത് നെടുമുടി വേണു സാർ, KPSC ലളിത ചേച്ചിയെ പോലുള്ളവരൊക്കെയാണ്. സോ അത്രയ്ക്ക് പ്രൊഫഷണൽ ആയിട്ടാണ് ഇതിനകത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ബയോഗ്രഫി, ഇങ്ങനെ പല ജോണറുകളിലെ അനവധി പുസ്തകങ്ങളുടെ HD ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കേട്ട് ആസ്വദിക്കാൻ സാധിക്കും. പ്രൊഡക്റ്റീവായി സമയം ചെലവഴിക്കാൻ വേണ്ടി കുക്കു FM നല്ല രീതിയിൽ സഹായിക്കും. സുഹൃത്തെ, അതുമാത്രമല്ല, ഇപ്പോൾ ഒരു റിപ്പബ്ലിക് ഡേ ഓഫർ ഉണ്ട്. അതായത് എൻ്റെ കോഡായ India60 നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 60% ഓഫ് ലഭിക്കും. അതായത് വെറും 39 രൂപയ്ക്ക് 1000-ലധികം ബുക്കുകൾ ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്ന്. സോ ഈ ഓഫർ ഈ മാസം 31 വരെ ഉള്ളൂ. സോ ഇത് തന്നെയാണ് ബെസ്റ്റ് ടൈം. കൂടുതലൊന്നും ചിന്തിക്കാനില്ല. നമ്മുടെ ടൈം പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കുക്കു FM തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ആദ്യത്തെ കാര്യം അത് തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ്. അതേ സുഹൃത്തെ, ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ റീൽസ് ഉണ്ടാക്കി, ഷോർട്സ് ഉണ്ടാക്കി ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന പല വ്യക്തികളും ഉണ്ട്. സിംപ്ലി ഹംബ്ലി ആസ് എ കോളേജ് സ്റ്റുഡൻറ് ഞാനങ്ങ് പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ഈ Instagram അക്കൗണ്ട് ഓർ പേജ്. ഇതൊക്കെ ആദ്യം തുടങ്ങുമ്പോൾ ഒരു വല്ലാത്ത ഫീലിങ്സ് ഒക്കെ വരും. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, പാരൻസ് എന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും. ഒരു സത്യം പറഞ്ഞോട്ടെ, ഒരു യാഥാർത്ഥ്യം പറഞ്ഞോട്ടെ, നോ വൺ കെയർസ്. ആരും നോക്കാൻ പോകുന്നില്ല, ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല നീ എന്ത് ചെയ്യുന്നതിനെ പറ്റി. ഒരു കാര്യം കൂടെ, ഒരു അക്കൗണ്ട് തുടങ്ങാൻ ആർക്കും പറ്റും, പക്ഷെ അതിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചിലവർക്കേ പറ്റൂ. സോ അതും മനസ്സിൽ വെക്കുക. സോ ഇഫ് യു ആർ റെഡി ടു ഹാർഡ് വർക്ക് വിത്ത് കൺസിസ്റ്റൻസി, സോഷ്യൽ മീഡിയ ക്യാൻ ബി എ ബിഗ് ബാങ്. സെക്കൻഡ് തിങ്, ട്യൂഷൻ. അതേ സുഹൃത്തെ, ട്യൂഷൻ എടുക്കുക. കേൾക്കുന്ന പോലെയല്ല, ട്യൂഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂട്ടറിങ് വഴി ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒന്ന് ആലോചിച്ചാൽ, ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കോഴ്സിൽ ഒരുപാട് ജൂനിയേഴ്സ് കാണും. അവർക്കൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ട് കാണും. അവരെയൊക്കെ പഠിപ്പിച്ചൂടെ? അല്ലെങ്കിൽ അത് പോട്ടെ, നിങ്ങളുടെ നാട്ടിലെ സ്കൂൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ലേ? നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ ട്യൂഷൻ സെൻറ്റേഴ്സ് ഒന്ന് കറങ്ങി നോക്ക്. പല ട്യൂഷനിലും നല്ല ടീച്ചേഴ്സ് ഇല്ല. അവർ 10,000 നല്ല പഠിത്തമുള്ള സ്റ്റുഡൻസിന് ഓഫർ ചെയ്യാൻ റെഡിയാണ്. സുഹൃത്തെ, പാർട്ട് ടൈം ആയിട്ടെങ്കിലും ഈ ട്യൂട്ടോറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പറ്റത്തില്ലെങ്കിൽ ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന ഒരുപാട് പരിപാടികളുണ്ട്. അക്കാഡമിയുടെ ക്ലാസ്സസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഒരു വലിയ വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രീലാൻസിങ്. അതെ, ഫ്രീലാൻസിങ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രീലാൻസേഴ്സ് ഉണ്ട്. സുഹൃത്തെ, ഇതിൻ്റെ ബേസിക് ഞാൻ ഇപ്പോൾ പറയാം. ഫ്രീലാൻസിങ്ങിനെ പറ്റി അധികം അറിയണം, ഇതിനെപ്പറ്റി ഒരു ക്ലാസ് തന്നെ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയുക.
ഫ്രീലാൻസിങ് എങ്ങനെ ചെയ്യാം, ഫ്രീലാൻസിങ്ങിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ഞാൻ ഇടാം, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേണമെങ്കിൽ. ഇത് ബേസിക്കലി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സുഹൃത്ത്, ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ട്. എക്സ്ട്രാ സ്കിൽസ് ലൈക്ക് എഡിറ്റിംഗ് അറിയാം, കണ്ടന്റ് റൈറ്റിംഗ്, കണ്ടന്റ് മേക്കിംഗ്, ഡാറ്റ അനലൈസ്, മെഷീൻ ലേണിംഗ്, കോഡിംഗ്, അങ്ങനെ ഒരുപാട് എക്സ്ട്രാ സ്കിൽസുകളുണ്ട്. സോ ഈ സ്കിൽസുകൾ വെച്ച് നിങ്ങൾക്കൊരു ജോലി കിട്ടും. അതേ സുഹൃത്തെ, ഒരു ജോലി നമ്മുടെ ഓൺലൈനിൽ ഒരുപാട് ഫ്രീലാൻസിങ് സൈറ്റ്സ് ഉണ്ട്. ഈ ഫ്രീലാൻസിങ് സൈറ്റിൽ ഓരോ ജോലികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് പറ്റിയ ജോലി ഏതാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ക്ലാസ്സുകളിൽ എഡിറ്റ് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ട്രാൻസിഷൻ വീഡിയോസ് ഇടാൻ, അങ്ങനെ കിടിലം വർക്ക് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ഒരുപക്ഷെ അവർ ഈ ഫ്രീലാൻസിങ് സൈറ്റിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാം. സോ ദേ ആർ മിസ്സിങ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയെങ്കിലും അറിയട്ടെ. നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുണ്ടോ? എന്നാൽ നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാം കേട്ടോ. അതായത് മടി പിടിച്ച് പഠിക്കാനോ എഴുതാനോ റെക്കോർഡോ അസൈൻമെൻറ്റൊന്നും എഴുതാൻ വയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിലും പൈസ ഉണ്ടാകാം. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. കുറേ ജൂനിയേഴ്സിനൊക്കെ എഴുതാൻ വയ്യാത്തവർക്ക് നമുക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാമല്ലോ. അത് തന്നെ പറഞ്ഞു വരുന്നത്. സംഭവം ഇല്ലീഗലാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമല്ലേ. സോ എഴുതി കൊടുക്കാൻ പറ്റുന്നവർക്ക് എഴുതി കൊടുക്കാം. സോ അവിടെ തന്നെ വേറൊരു കാര്യം പറയാം, ഇ ബുക്സ്, അതായത് നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഹാൻഡ് റിട്ടൺ നോട്ട്സൊക്കെ നമ്മൾ ഒരുപാട് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റുകൾ പൈസ കൊടുക്കാറുണ്ട്. അതായത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഓരോ സിലബസും ഓരോ സെമസ്റ്റർ വൈസ് നോട്ട്സൊക്കെ ഉണ്ട്. സോ ഇത് ആരെങ്കിലും നല്ലപോലെ എഴുതി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ അപ്ലോഡഡ് നോട്ട്സിന് പൈസ കൊടുക്കുന്ന ഒരുപാട് സൈറ്റും ആപ്ലിക്കേഷൻസും ഉണ്ട്. സോ അതും ഒരു വഴിയാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ പഠിച്ച നോട്ട്സ് ഇരിപ്പുണ്ടോ, അത് ഫോട്ടോ എടുത്ത് ഇതേപോലത്തുള്ള ആപ്ലിക്കേഷൻസിൽ അപ്ലോഡ് ചെയ്യും, പൈസ കിട്ടും. സുഹൃത്തെ, അടുത്ത കാര്യമാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. സ്വന്തമായിട്ട് ഒരു ഇ കോമേഴ്സ് ബ്രാൻഡ് ഉണ്ടാക്കുന്നത് പൈസ ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ്. ഇ കോമേഴ്സ് ബിസിനസ് എന്ന് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം പറയാം സുഹൃത്ത്, ഇത് കേൾക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വലിയ പാടായിട്ടുള്ള പരിപാടിയല്ല. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിക്കും. അതായത് ഒരു ഗോഡൗണോ ഷോപ്പോ ഒരു കടയുമില്ലാതെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുമെന്ന്. സോ ഇ കോമേഴ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോം ഇന്ന് അവൈലബിൾ ആണ്. സുഹൃത്തെ, ഷോപ്പിഫൈ, വൂ കോമേഴ്സ്, ബിഗ് കോമേഴ്സ്, ഇതൊക്കെ പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ്. ഇതിൽ നിങ്ങൾ തന്നെ നിർമ്മിച്ച പ്രൊഡക്റ്റ് വേണമെങ്കിൽ സെയിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഹോൾസെയിൽ ആയിട്ടുള്ള കമ്പനീസിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മുടെ പ്രൈസിൽ നമുക്ക് വിൽക്കാം. സോ ഈ ടൈപ്പ് ഓഫ് ഇ കോമേഴ്സ് ബിസിനസ്സിന് പറയുന്ന പേരാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അറിവ് വേണം. സോ ഇതിന് നല്ല സമയം എടുക്കും. എളുപ്പം നമുക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റില്ല. പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ വലിയ വിലയായിരിക്കും കിട്ടുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അത് വെച്ച് എന്തെങ്കിലും ഉപയോഗമുണ്ടോ. സുഹൃത്തെ, ഡ്രോപ്പ് ഷിപ്പിംഗ് വഴി നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഇത്രയും കൂടുതൽ പറഞ്ഞത്. എങ്ങനെ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം എന്നൊക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അടുത്തത് ഓൺലൈൻ സർവേസ്. അതേ സുഹൃത്തെ, നമുക്ക് എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ സർവേകൾ. നമുക്കിങ്ങനെ സർവേസ് എടുത്ത് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് വെബ്സൈറ്റുകൾ അവരുടെ സർവേ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ പൈസ നൽകാറുള്ളൂ. സുഹൃത്തെ, ഇത് വലിയ എമൗണ്ട് എല്ലാവരും കിട്ടുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു ചെറിയൊരു പോക്കറ്റ് മണി, എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ സർവേകൾ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. സുഹൃത്തെ, ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഒരു പ്രായത്തിൽ ബിസിനസ് ഐഡിയകൾ തിരയാൻ നോക്കുക. അതായത് നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയുള്ളൊരു ഐഡിയ, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. ഡ്രോപ്പ് ഷിപ്പിംഗ്, ഫിനാൻസ്, ട്യൂട്ടോറിങ്, ഇതിനെപ്പറ്റി എല്ലാം അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാസ്റ്റർ ക്ലാസ് പോലത്തെ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. സോ സുഹൃത്തെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. ഇതൊക്കെ ഒരു നല്ല ടിപ്സാണ്. വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ ബെസ്റ്റാണ്. ഇനി ഇതിനൊരു പാർട്ട് 2 വേണമെങ്കിൽ പറയാം. ഇനിയുമുണ്ട് പാർട്ട് 2 ചെയ്യണമെങ്കിൽ ചെയ്യാം. സോ സുഹൃത്തെ, ഇന്നത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അപ്പാക്കാൻ മറക്കല്ലേ. സോ ഇതേപോലത്തെ കണ്ടന്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസ് ചെയ്യുന്നതായിരിക്കും.